ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം, ത്രികോണ മത്സരം, എല്ലാത്തിനും വേദിയായിട്ടുള്ള ഒരു ജില്ലയാണ് എറണാകുളം എന്നത്. എറണാകുളം ജില്ലയിൽ ഇത്തവണ UDFന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ്, LDFന്റെ കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്, NDA ഏത് തരത്തിലുള്ള പ്രകടനം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. വോട്ട് പെർസെൻറ്റേജിൽ തന്നെ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുള്ള ജില്ലയാണ് എറണാകുളം എന്നത് ഇത്തവണ എടുത്തു പറയേണ്ടതാണ്. അതിൽ തന്നെ ഒരു കാര്യം കൂടി ഒന്ന് പ്രേക്ഷകരുമായി സൂചിപ്പിക്കേണ്ടത്, ഈ എറണാകുളം എന്നത് നമുക്കറിയാം കേരളത്തിലെ ഏക മെട്രോ നഗരം എന്നുകൂടി വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ്. നഗര കേന്ദ്രീകൃതമാകുന്ന ഒരുപാട് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എറണാകുളം ജില്ലയിലെ ഒരു വോട്ടിംഗ് ശതമാനം കുറവായിരിക്കാം. കാരണം ഈ ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് പൊതുവെ നഗര കേന്ദ്രീകൃതമാകുന്ന ഇടങ്ങളിൽ വോട്ട് പെർസെൻറ്റേജ് കുറയുന്ന ഒരു പശ്ചാത്തലം ആണ് ഉള്ളത്. പക്ഷേ ഇത്തവണ എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലും മികച്ച പോളിംഗ് ഉൾപ്പെടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് വസ്തുത. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ 14 മണ്ഡലങ്ങൾ ആണ് ഉള്ളത്. അതിൽ തന്നെ UDF ആണ് നിലവിൽ മണ്ഡലങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത്. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയിട്ടുള്ള മണ്ഡലങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ആണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, പറവൂർ, എറണാകുളം, തൃക്കാക്കര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ. തൃക്കാക്കര നമുക്കറിയാം പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് കൂടി നടന്ന മണ്ഡലമാണ്. മൂവാറ്റുപുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മാത്യു കുഴനാടൻ വിജയിച്ചു കയറിയ മണ്ഡലമാണ്. പിറവം എന്നത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ മണ്ഡലം ആണ്. അനൂപ് ജേക്കബ് ആണ് പിറവത്തെ MLA എന്നതാണ്. ഇതാണ് നിലവിൽ UDFന്റെ ഒരു ചിത്രം. അതായത് 14 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചിരുന്നു UDFന് എങ്കിൽ 5 മണ്ഡലങ്ങളിൽ ആയിരുന്നു ഇടതുപക്ഷത്തിന് വിജയക്കൊടി പാറിക്കാൻ സാധിച്ചത് എന്നതാണ്. ആ 5 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലേറ്റവും എടുത്തു പറയേണ്ടത് കളമശ്ശേരിയാണ്. അതോടൊപ്പം തന്നെ വൈപ്പിൻ, കുന്നത്തുനാട് നമുക്കറിയാം 2020ക്കും വലിയ സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 വലിയ വെല്ലുവിളി ഉയർത്തിയ മണ്ഡലം ആയിരുന്നു. പക്ഷേ അവിടെ സജീന്ദ്രനെ തോൽപ്പിക്കാൻ സാധിച്ചു എന്നതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത എന്നത്. അങ്ങനെ കുന്നത്തുനാട് ഇടതുപക്ഷത്തോട് ഒപ്പം നിൽക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം കോതമംഗലവും കൊച്ചിയും കഴിഞ്ഞ തവണ 2021 ഇടതുപക്ഷത്തിന് ഒപ്പം നിന്നു എന്നുള്ളതാണ്. ഈ പ്രതീക്ഷകൾ ആണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ 80%, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങൾ പെരുമ്പാവൂരുണ്ട്, ആലുവയുണ്ട്, കളമശ്ശേരിയുണ്ട്, പറവൂരും വൈപ്പിനും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. കൊച്ചിയിലും തൃപ്പൂണിത്തറയിലും കുന്നത്തുനാട്ടിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും തന്നെ അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണവും അതിന് അനുസരിച്ചുള്ള വോട്ടിംഗ് ശതമാനവുമാണ് നടന്നത് എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇനി ശക്തമായ ത്രികോണ മത്സരം നടന്ന 3 മണ്ഡലങ്ങളുണ്ട്. അത് കുന്നത്തുനാട്, തൃപ്പൂണിത്തറ, തൃക്കാക്കര എന്നിവയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. കുന്നത്തുനാട്ടിൽ നമുക്കറിയാം മുൻ കോൺഗ്രസ് നേതാവിനെ മത്സരരംഗത്തേക്ക് ഇറക്കുകയാണ് 2020 ചെയ്തതെങ്കിൽ തൃപ്പൂണിത്തറയിൽ സിനിമാ താരം അഞ്ജലിയെ ആണ് മത്സരരംഗത്തേക്ക് എത്തിച്ചത്. അഖിൽ മാരാർ കൂടി കളത്തിലേക്ക് നിറഞ്ഞതോടുകൂടി അവിടെ 2 വനിതകൾ പ്രധാന പോരാട്ടത്തിലേർപ്പെട്ട തൃക്കാക്കരയിൽ അഖിൽ മാരാരും സ്ഥാനാർത്ഥിയായി എത്തുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ അതിശക്തമായ പോരാട്ടം നടന്ന തൃപ്പൂണിത്തറ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി നമ്മൾ പ്രതീക്ഷകൾ എപ്രകാരം എന്നതിലേക്ക് വിശദമായി കടക്കുന്നത്. ആ പ്രതീക്ഷകളിലേക്ക് പോകുമ്പോൾ എന്നോടൊപ്പം ചേരുന്നത് ഡാനിയാണ്. ഡാനി, നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം UDF 9 എന്ന സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് പോകും ഇത്തവണ എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എത്ര വലിയ മുന്നേറ്റം UDFനുണ്ടാക്കാൻ സാധിച്ചാലും കഴിഞ്ഞ തവണത്തെ ഒരു ട്രെൻഡ്, അതായത് 5 മണ്ഡലങ്ങൾ, അത് കൈവിട്ടു പോകില്ല എന്ന് LDFും പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള കണക്കുകൾക്കിടയിലും NDA പ്രത്യേകിച്ച് 2020യുടെ വരവോടുകൂടി ചലനമുണ്ടാക്കാൻ സാധിക്കുമെന്ന് അവരും കണക്കാക്കുകയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലാണ് മുന്നണികളുടെ പ്രതീക്ഷ? ഇപ്പോൾ ഏതാണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് അടക്കം, ഇനിയിപ്പോൾ ഈ സൈനികരുടെ വോട്ടൊക്കെയാണല്ലോ, സൈനികർ രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെ കണക്ക് കൂടിയൊക്കെ മാത്രമാണല്ലോ പുറത്തു വരാനുള്ളത്. അഭിലാഷ, ഏതാണ്ട് ജില്ലയിലെ ആകെ ഒരു പോളിംഗ് നില എന്ന് പറയുന്നത് 80% അടുത്ത് നിൽക്കുന്നതാണ്. ഇതിൽ 8 മണ്ഡലങ്ങൾ 80% മുകളിലേക്ക് വന്നു എന്നത്
ഈ കണക്ക് കൂട്ടലുകൾ ആരുടെ പ്രതീക്ഷകളാണ് തെറ്റിക്കുക എന്നതാണ് വളരെ ആകാംക്ഷയോടെ നോക്കുന്നത്. കുന്നത്തുനാട് 84% പോളിംഗ് റേറ്റ് വന്നത്. ഏതായാലും ഈ പോളിംഗ് ശരാശരി എന്ന് പറയുന്നത് അതിൽ മുന്നണികൾ ഒരുപോലെ ആവർത്തിക്കുന്ന ഒരു കാര്യം, തങ്ങൾ വളരെയധികം പ്രയത്നം ഫീൽഡിൽ ചെലവാക്കിയിട്ടുണ്ട്. കാരണം ക്യാമ്പയിൻ കാര്യങ്ങളായിട്ട് തങ്ങളുടെ എല്ലാവരും വലിയൊരു എഫർട്ട് അവിടെയുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ഏതാണ്ട് നഗര കേന്ദ്രീകൃതമായ ഒരു ജില്ലയാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെയാണ് കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വന്നത് എന്നതാണ് എടുത്ത് പറയേണ്ടത്. ഏതായാലും അത് കൃത്യമായ ഒരു കണക്കുകളിലേക്ക് അവർക്ക് എത്താൻ കഴിയുമോ എന്നതാണ് കാരണം വിജയം നിശ്ചയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, ഏതെങ്കിലും ഒരു അട്ടിമറിയൊക്കെ പ്രവചിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ കണക്കുകൾ അവരെ കൊണ്ട് എത്തിക്കുമോ എന്നതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടി വരും. എങ്കിലും ഈ എറണാകുളം ജില്ലയുടെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത് നാളുകളായി UDFിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അത് എത്ര കനത്ത തരംഗങ്ങൾ ഉണ്ടായാലും അതിനൊരു UDF ചായ്വ് എല്ലാ കാലവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള ക്യാമ്പയിനും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ 9 മണ്ഡലങ്ങൾ അതിനിടയിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് ഇത്തവണ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്നതാണ് UDF പറയുന്നത്. ഈ 9 മണ്ഡലങ്ങൾക്കൊപ്പം തന്നെ കൈവിട്ടുപോയ മണ്ഡലങ്ങളുടെ ഒരു കൂട്ടിച്ചേർക്കൽ ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതിൽ പ്രത്യേകിച്ച് കൊച്ചിയും അതോടൊപ്പം തന്നെ വൈപ്പിനുമെല്ലാം ഇതിൻ്റെ ഭാഗമായി തീരുമെന്ന് പറയുമ്പോൾ കളമശ്ശേരി കൂടി അവരത് ആവർത്തിച്ച് പറയുന്നു. കളമശ്ശേരിയിൽ കൂടി ഇത്തവണ ഒരു വിജയമുണ്ടാകുമെന്ന് പറയുന്നു. കളമശ്ശേരിയിൽ മത്സരിക്കുന്നത് മന്ത്രി P. രാജീവാണ്. നമുക്കറിയാം വലിയ രീതിയിലുള്ള അവിടെ സ്വാധീനവും ബന്ധങ്ങളും വിപുലമായ രീതിയിലുള്ള ഒരാളാണ്. നേരിടുന്നതാകട്ടെ മുൻ മന്ത്രിയായ VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ്. അബ്ദുൽ ഖാദറാണ് ഉണ്ടായിരുന്നത്, എതിരാളിയായിട്ട് വന്നിരുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ തവണ അദ്ദേഹത്തോട് പരാജയപ്പെട്ടതാണ്. പക്ഷേ ഇക്കുറിയും മത്സരരംഗത്തേക്ക് വരുമ്പോൾ അതൊരു P. രാജീവ് ഒരു അനായാസ വിജയം നേടും എന്ന രീതിയിൽ തന്നെയാണ് പൊതുവിൽ കരുതപ്പെട്ടിരുന്നത്. പക്ഷേ ഈ ക്യാമ്പയിൻ്റെ അവസാന സമയത്തേക്കെല്ലാം തന്നെ എത്തുമ്പോൾ അത് ഒപ്പത്തിനൊപ്പം ആയ ഒരു പോരാട്ടം എന്ന രീതിയിലാണ് UDF കേന്ദ്രങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തമായൊരു മാർജിനിൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന വളരെ ആത്മവിശ്വാസത്തോടെ കളമശ്ശേരിയെ ചൂണ്ടിക്കാണിച്ച് അവർ പറയുന്നു. പ്രത്യേകിച്ച് പോളിംഗ് പെർസെൻറ്റേജ് എല്ലാം ഉയർന്നൊരു സാഹചര്യം കൂടിയാണ് ഈ രീതിയിൽ പറയുന്നത്. എന്തായാലും അതൊരു ആത്മവിശ്വാസത്തോടെ അവരത് കണക്കുകൾ പറയുന്നു. പക്ഷേ അതിനെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇടത് കേന്ദ്രങ്ങളുടെ എല്ലാം തന്നെ കണക്കുകൂട്ടലുള്ളത്. വൈപ്പിൻകരയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന KN ഉണ്ണികൃഷ്ണനാണ് പിന്നീട് ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നത്. തൃപ്പൂണിത്തുറയാകട്ടെ അത് അവിടെ ഉണ്ടായിരുന്ന K. ബാബു MLA UDF MLA അദ്ദേഹം അതിൽ നിന്ന് മത്സരത്തിൽ നിന്ന് താൻ പിൻവാങ്ങുന്നതായിട്ട് അറിയിച്ച് കൊച്ചി ഡെപ്യൂട്ടി മേയറിനെയാണ് ഇത്തവണ ദീപക് ജോയിയാണ് അവിടെ മത്സരത്തിന് കോൺഗ്രസ് നിയോഗിക്കുകയും ചെയ്തത്. അവിടെ വാശിയേറിയ ഒരു പോരാട്ടം നടത്താനായിട്ട് തങ്ങൾക്ക് സാധിച്ചു എന്ന രീതിയിൽ തന്നെ UDF കരുതുമ്പോൾ ഇത്തവണ ഇടതുമുന്നണി പറയുന്നത് തങ്ങളുടെ പരമ്പരാഗത വോട്ടുകളടക്കം പിടിച്ചു നിർത്താനായിട്ട് തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ തങ്ങൾ വീണ്ടും തൃപ്പൂണിത്തുറയിൽ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു അപ്രമാദിത്യം തങ്ങൾക്ക് തൃപ്പൂണിത്തുറയിൽ നേടാൻ കഴിയുമെന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് തൃപ്പൂണിത്തുറയെ ചൊല്ലി ഇടതുമുന്നണി പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലുള്ളൊരു കണക്കുകൂട്ടലുകളും കാര്യങ്ങളും എല്ലാം പോകുമ്പോൾ ശക്തമായൊരു ത്രികോണ മത്സരത്തിന് ഇടയായ 3 മണ്ഡലങ്ങളാണ് ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിലേക്ക് വന്നത്. അതിലെടുത്തു പറയേണ്ടത് കുന്നത്തുനാടാണ്. കുന്നത്തുനാട് 2020യുടെ ഒരു പ്രഭവ കേന്ദ്രം എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന ഒരിടമാണ്. അവർക്ക് വളരെയധികം വോട്ട് ഷെയറുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ അവിടെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രകടനമാണ് അവർ കാഴ്ചവെക്കുകയും ചെയ്തത്. പക്ഷേ ഇക്കുറി ചില സമവാക്യങ്ങൾ അവിടെ മാറിയിരിക്കുന്നു. കാരണം NDAയിലേക്ക് മാറിയപ്പോൾ കുറച്ചുകൂടി UDFിൽ നിന്ന് പോയ പരമ്പരാഗത വോട്ടുകൾ തങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്നതാണ് UDF കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അടക്കമുള്ള വോട്ടുകൾ, ഒരു ഭാഗം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും തങ്ങൾക്കൊപ്പം വോട്ടുകളെല്ലാം തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ വോട്ട് ബാങ്ക് പഴയതുപോലെ സുരക്ഷിതമായി നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കുന്നത്തുനാട് UDFിന് വിജയിക്കാൻ കഴിയുമെന്നൊരു കണക്കുകൂട്ടൽ UDFിനുണ്ട്. അതോടൊപ്പം ഉയരുന്ന മറ്റൊരു ആക്ഷേപമുണ്ട്. ചില ക്രോസ് വോട്ടുകൾ ഈ മേഖല കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. കാരണം ഇതിൽ കുറച്ചെങ്കിലും വോട്ടുകൾ ഈ NDAയുടെ ഭാഗത്ത് 2020യുടെ ഭാഗത്ത് കുറെയെങ്കിലും ക്രോസ് വോട്ടുകൾ UDFിലേക്ക് നടന്നിട്ടുണ്ടെന്നൊരു ആക്ഷേപം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം അവിടെ പരാജയം, ഇവിടെ ഇടതുമുന്നണിയുടെ പരാജയം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊരു ആരോപണമാണ് ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നത്. എന്തായാലും അത് വോട്ട് എണ്ണുന്നത് വരെയും ഇത്തരം ആക്ഷേപങ്ങൾ നിലനിൽക്കും. കാരണം അത് കണക്കുകൾ നിരത്തിക്കൊണ്ട് മാത്രമേ അത് വിശകലനം ചെയ്തു പോകാൻ കഴിയൂ. ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരിടമാണ്
കുന്നത്തുനാട്. അതോടൊപ്പം തന്നെയാണ് തൃക്കാക്കരയിലേക്ക് വരുമ്പോൾ തൃക്കാക്കരയിൽ അഖിൽ മാരാർ ഉണ്ടായിരുന്നു, 2020 സ്ഥാനത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ഇവിടെയും ഒരു നല്ല രീതിയിലൊരു പ്രകടനം ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ അവരുടെ നഗരസഭാ ഭരണം കൈയാളുന്ന തൃപ്പൂണിത്തുറയിലും അഞ്ജലി നായരിലൂടെ നല്ല പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് പറയുന്നു. പക്ഷേ അവിടെ വേറൊരു വിഷയമുണ്ടായിരുന്നത്, അവിടെ BJP നേരിട്ട് മത്സരിക്കുമെന്ന് കരുതപ്പെട്ടിരുന്നൊരു സ്ഥലമാണ് 2020 വേണ്ടി വഴിമാറുന്നത്. ആദ്യഘട്ടത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തപ്പെട്ടു. പിന്നീട് അവർ ഒരേ ഒഴുക്കോടെ പോയി എന്നെല്ലാം പറയുമ്പോൾ ഈ മൂന്നിടങ്ങളിലും വളരെ ശക്തമായ ഒരു മത്സരമാണ് NDA കാഴ്ചവെച്ചതും. അതോടൊപ്പം തന്നെ അത്തരം ഒരു പ്രതീക്ഷകൾ അവർ നിലനിർത്തുന്നുണ്ട്. ഇവിടെ 14 സീറ്റുകളിൽ 9 ഇടത്താണ് 2020 NDAയുടെ ഭാഗമായി മത്സരിച്ചത്. കാരണം 2020-ക്കായിരുന്നു കൂടുതൽ സീറ്റുകൾ നൽകിയത്. കാരണം അവർക്ക് കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴെല്ലാം തന്നെ വലിയ രീതിയിൽ പലയിടത്തും BJP-യേക്കാൾ അധികം വോട്ട് നേടാനായിട്ട് അവർക്ക് സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചില മണ്ഡലങ്ങൾ അവർക്ക് വിട്ടു നൽകി. പ്രത്യേകിച്ച് കൊച്ചിയിലും അതോടൊപ്പം തന്നെ വൈപ്പിൻകരയിലും എല്ലാം തന്നെ കഴിഞ്ഞ തവണ കൂടുതൽ വോട്ടുകൾ നേടിയത് NDA ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വോട്ടുകൾ അവർക്ക് കൂടി ചേർത്തുകൊണ്ട് വലിയ നല്ല രീതിയിലുള്ള മത്സരം നടത്താൻ കഴിയുമെന്നൊരു വിശ്വാസമാണ് അവർക്കുള്ളത്. കൊച്ചിയിൽ വളരെ ശ്രദ്ധിച്ച ഒരു മത്സരമായിരുന്നു. കൊച്ചിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് അവിടെ UDF വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങിയത്. സിറ്റിംഗ് MLA KJ മാക്സി നേരിടുമ്പോൾ അവിടെ ക്രിസ്ത്യൻ സമവാക്യങ്ങൾ, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക സമവാക്യങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു. അപ്പോൾ ആ സഭയെ വിശ്വസിപ്പിച്ചുകൊണ്ട് UDF-ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് UDF പറയുന്നത്. ഇതേ പ്രതിഫലനം തന്നെ വൈപ്പിൻകരയിലും ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. കാരണം അവിടെയും ലത്തീൻ സഭ ഈ 2 സീറ്റുകൾ അവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. അത് ഒന്ന് കൊച്ചിയിലും മറ്റൊന്ന് വൈപ്പിൻകരയിലും ആയിരുന്നു. പക്ഷേ കൊച്ചിയിൽ അത്തരം കാര്യങ്ങളിൽ ഷിയാസിന് വിട്ടുകൊടുത്തു. അതിന് പകരമായിട്ട് വൈപ്പിൻകരയിൽ സീറ്റ് നൽകി. ഇത്തരം കാര്യങ്ങൾ, ഈ ഒരു ആശയക്കുഴപ്പങ്ങൾ UDF-ൽ VD സതീശൻ തന്നെ, പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് സഭയെ ബോധ്യപ്പെടുത്തിയെന്നെല്ലാം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു പ്രതിഫലനങ്ങൾ കൊച്ചിയിലും വൈപ്പിൻകരയിലും വൈപ്പിനിലും ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് സീറ്റുകളുടെ എണ്ണത്തിൽ തങ്ങൾ എന്തായാലും മികച്ച പ്രതികരണം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ കണക്ക് കൂട്ടൽ ഏതാണ്ട് 13 സീറ്റുകൾ, മുഴുവൻ സീറ്റുകൾ എന്ന രീതിയിൽ തന്നെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും കണക്കുകൾ നിരത്തിക്കൊണ്ട് 13 സീറ്റുകളോളം തങ്ങൾ കയറുമെന്നാണ് UDF. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.